അത്യാഗ്രഹത്താൽ കെണിയിലാകുന്നതിനെതിരെ നാം സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇങ്ങനെയൊക്കെ കാശിനുള്ള അത്യാർത്ഥിക്കെതിരെ അൾത്താരകളിൽ പ്രസംഗിച്ചാൽ മാത്രം പോരാ. കരുണയും ആർദ്രതയും അൽമായരോടും കാണിക്കണമെന്ന് എന്നാണ് സഭകളും രൂപതകളും പഠിക്കുക. കോടഞ്ചേരിയിൽ നിന്ന് വരുന്നത് ഇല്ലാത്ത വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് താമരശ്ശേരി രൂപത മാനേജ്മെന്റ് കബളിപ്പിച്ച പരാതിയാണ്. ഒപ്പം അധ്യാപികയുടെ ആത്മഹത്യ. 6 വർഷം മുൻപ് 13 ലക്ഷം രൂപ രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് നൽകിയാണ് അലീന ബെന്നി കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിൽ ജോലിക്ക് കയറിയത്. എന്നിട്ടും ശമ്പളം വേണ്ടെന്ന് അലീനയോട് മാനേജ്മെന്റ് എഴുതി വാങ്ങിയെന്നും ബന്ധുക്കളുടെ പരാതിയിലുണ്ട്. പലപ്പോഴും സ്കൂളിലെ മറ്റധ്യാപകർ സ്വന്തം വേതനത്തിൽ നിന്ന് പിരിവെടുത്ത് അലീനയ്ക്ക് പണം നൽകിയിരുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ അലീന അനുഭവിച്ചത് അത്രയ്ക്കും വലിയ ദുരിതം. കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിൽ 5 വർഷവും കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ 1 വർഷവും ജോലി ചെയ്തിട്ടും ചില്ലിക്കാശ് വേതനമായി വാങ്ങാൻ യോഗമില്ലാതെ പോയ അലീന 29-ാം വയസ്സിൽ കണ്ടെത്തിയ പരിഹാരം സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കലാണ്. അപ്പോഴും എല്ലാത്തിനെയും ന്യായീകരിക്കുന്നു രൂപത. നിയമനത്തിനായി പണം വാങ്ങിയിട്ടില്ലെന്നും താൽക്കാലിക സഹായം നൽകിയെന്നും മാനേജ്മെന്റ് പറയുന്നു. സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകളുടെ കഴുത്തറപ്പൻ നിയമന കഥകൾ നാട് മുഴുവൻ പാട്ടായിരുന്നിട്ടും പോയി തലവെക്കാൻ നിർബന്ധിതരാകുന്നവരാണല്ലോ ഈ തലമുറയും എന്നാലോചിച്ചാണ് വിഷമം. ശമ്പളമില്ലാതെ എത്ര കാലം ജോലി ചെയ്യും? ആനുകൂല്യങ്ങളില്ലാതെ അർഹതയുള്ളത് അനുവദിക്കപ്പെടാതെ എത്ര കാലം ജോലി ചെയ്യും? തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെ ആശാവർക്കർമാരുടെ മഹാസമരം തൊട്ട് കോടഞ്ചേരിയിലെ അധ്യാപികയുടെ ആത്മഹത്യ വരെ ചോദ്യങ്ങൾ തീരുന്നില്ല.